സയൻസിൽ തന്നെ പല കാര്യത്തിൽ കോൺട്രിബ്യൂഷൻ തന്ന ഐസക് ന്യൂട്ടൺ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞത് സയൻസിലെ പല എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടല്ല, അത് ആൽക്കമി എക്സ്പെരിമെന്റിന് വേണ്ടിയാണ്. ഇനി എന്താണ് ആൽക്കമി എക്സ്പെരിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബേസ് എലമെന്റ് ആയിട്ടുള്ള കാർബണിന്റെ ലെഡിനോ ഗ്രാഫൈറ്റിനോ അങ്ങനത്തെ ചില എലമെന്റ്സിനെ ഡയറക്റ്റ് ഗോൾഡിലോട്ടോ സിൽവറിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ ആൽക്കമി എക്സ്പെരിമെന്റ്. കേൾക്കുമ്പോൾ ഇതൊരു മണ്ടത്തിനായിട്ട് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ കറന്റ് ഒരു ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ ലെഡിനെ ഡയറക്റ്റ് ഗോൾഡ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. വെൽക്കം ടു 30 Days of Futuristic Tech, ഡേ നമ്പർ 8. ലാർജ് ഹാൾഡ്രോൺ കൊളീഡിയറിൽ ലെഡിന്റെ അയോൺസിനെ ഹൈ സ്പീഡ്, ഏകദേശം ലൈറ്റിന്റെ സ്പീഡിൽ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈ എനർജി അത് എമിറ്റ് ചെയ്യും. ഏകദേശം ബിഗ് ബാങ് തുടങ്ങി ജസ്റ്റ് ആഫ്റ്റർ ദ മൊമെന്റിൽ എന്തോരം എനർജി ഉണ്ടായിരുന്നു, അത്രയും എനർജി ആയിരുന്നു അത് ആ സമയത്ത് എമിറ്റ് ചെയ്തത്. ഒരു കൺട്രോൾഡ് മാനറിൽ നടത്തിയ എക്സ്പെരിമെന്റിൽ അവരെന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഡിന്റെ അയോൺസ് ഡയറക്ട്ലി ഗോൾഡൻ അയോൺസ് ആയി. ഇങ്ങനെ ഒരു എലമെന്റിൽ നിന്ന് മറ്റൊരു എലമെന്റിലോട്ട് റെയർ കേസിൽ ചേഞ്ച് ആവുന്ന ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. എന്നിരുന്നു നമുക്ക് വലിയൊരു എമൗണ്ടിലൊന്നും ഗോൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ ഒരു ചെറിയ എമൗണ്ട് ആണ് ഇപ്പൊ ഗോൾഡിനെ കൺവേർട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഇതുപോലത്തെ ഫ്യൂച്ചറിസ്റ്റിക് വീഡിയോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് മീ.